കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യം ചോർത്തിയ പോലീസുകാരെ തിരിച്ചെടുത്തതിൽ അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം. PV അൻവറിന് SOG രഹസ്യം ചോർത്തി നൽകിയ 2 IRB കമാൻഡോകളെ തിരിച്ചെടുത്തതിലാണ് സർക്കാർ അന്വേഷണം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി DGPക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. വിശദാംശങ്ങൾ ദീപക് ധർമ്മടം നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ PV അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അതിനിടയിലാണ് അൻവർ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഇതാ സർക്കാരിന്റെ ഒരു തീരുമാനം വരുന്നു. ഉപതെരഞ്ഞെടുപ്പുമായി ചേർത്ത് വായിക്കേണ്ടേ ഈ നീക്കത്തെ? വിജയകുമാർ, അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് എങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല ഇത്തരത്തിൽ സർക്കാരിന്റെ ഉത്തരവ് ഇറക്കിയത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം, അതായത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി DGP ദർവേഷ് സാഹിബിന് രേഖാമൂലം കത്ത് നൽകി. ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ SOG രാജ്യത്തിൻ്റെ തന്നെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ശൃംഖലയാണത്. ആ രഹസ്യാന്വേഷണ സേനയിൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ വിവാദമായ സാധനമാണ്, ഈ വാർത്തയാണ്. അതിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ഒരു MLAക്ക് കൈമാറുന്നു. MLA അത് വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു. SOG കമാൻഡന്റിൻ്റെ അന്വേഷണം. ഫറാഷ് എന്ന SOG കമാൻഡന്റ് IPS ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നു. ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള നടപടിയിലേക്ക് കടന്നു. പക്ഷേ ഏറെ വൈകി സസ്പെൻഡ് ചെയ്തു. പക്ഷേ സസ്പെൻഷൻ കഴിഞ്ഞ് 20 ദിവസം തികയും മുൻപ് അവരെ തിരിച്ചെടുത്തു. 2 പേരെ തിരിച്ചെടുത്തു, മുഹമ്മദ് ഇന്ത്യാസിനെയും അതുപോലെ പയസ് അബ്ബാസിനെയും. ഇവരെ വ്യത്യസ്തമായ 2 ഉത്തരവുകളുടെ രഹസ്യമായി തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്ത നടപടി 24 ആണ് പുറത്തുവിടുന്നത്. അതിനുശേഷം DIG ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് വീണ്ടും സസ്പെൻഷനിലേക്ക് പോയി. പക്ഷേ ഇതിന് പുറകിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് സർക്കാർ സംശയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തന്നെ നേരിട്ട് അന്വേഷണത്തിന് വേണ്ടി DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട്, നമുക്ക് ലഭ്യമായ സൂചനയനുസരിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം, 28-നകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, പോലീസിൻ്റെ ഏറ്റവും രഹസ്യം കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയുടെ വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തി. ആ ചോർത്തിയവരെ സസ്പെൻഡ് ചെയ്യാൻ വൈകി. സസ്പെൻഡ് ചെയ്ത് വളരെ പെട്ടെന്ന് തിരിച്ചെടുത്തു. അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഇവരെ തിരിച്ചെടുക്കാൻ പോകുന്നു. മാത്രവുമല്ല, ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിലുള്ള ഓഫറുകൾ മറ്റൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സർക്കാർ, പോലീസ് വൃത്തങ്ങൾ, പോലീസ് തലപ്പത്ത് സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വിജയകുമാർ, ദീപക്, ഇപ്പോൾ അൻവറിന് SOG രഹസ്യം ചോർത്തി നൽകിയ 2 IRB കമാൻഡോകളാണ്. അപ്പോൾ അതിലാണ് ഈ വീഴ്ചയൊക്കെ സംഭവിച്ചിരിക്കുന്നുവെന്ന് ഈ പരിശോധനയിൽ, പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. അതിന് വിശദമായ അന്വേഷണം, അത് വേഗത്തിൽ ഇപ്പോൾ സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് വാങ്ങി അതിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതും പറയുന്നതും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി തന്നെയാണ്. അതിനിടയിലേക്ക് ഈ സർക്കാരിൻ്റെ റിപ്പോർട്ട് കൂടി വരാൻ പോവുകയാണ്. അങ്ങനല്ലേ നമ്മൾ കരുതേണ്ടത്? അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിലെ നീക്കങ്ങൾ, അതിലെന്തൊക്കെയാണ് നടന്നത് എന്നത്, ആരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കാൻ പോകുന്നത് എന്നൊക്കെ, അതൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലൂടെ ചർച്ചയാകാൻ പോകുന്ന സംഗതികൾ തന്നെയല്ലേ ഉറപ്പായും? വിജയകുമാർ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മുൻ MLA PV അൻവർ അതിലൊരു ക്രൂഷ്യൽ റോൾ വഹിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം UDFുമായിട്ടുള്ള തർക്കവും ചർച്ചയും നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സമയത്ത് സർക്കാരിനെതിരെ നടത്തിയ യുദ്ധപ്രഖ്യാപനം, ആ യുദ്ധപ്രഖ്യാപനത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമായിരുന്നു, ഓർക്കുന്നുണ്ടാവും വിജയകുമാർ, ഈ SOGയിലെ വിവരങ്ങൾ ചോർത്തിയത്. ഈ വിവരങ്ങൾ ചോർത്തിയതിൽ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ 2 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സസ്പെൻഷൻ വൈകി, പക്ഷേ എന്നാൽ പെട്ടെന്ന് തിരിച്ചെടുത്തു. മാത്രവുമല്ല, ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇത് വിശദമായ അന്വേഷണം നടത്തി പെട്ടെന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകണം. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോംസിൻ്റെ ആ കത്തിൽ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നാൽ ഇതിൻ്റെ ഒരറ്റത്ത് നിലമ്പൂരിലെ മുൻ MLA PV അൻവർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ എങ്ങനെ ചോർത്തി എന്നുള്ളതും ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതും മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മറ്റൊരു FIR ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടി പിൻവലിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈ ചോർത്തലിലേക്ക് നീങ്ങുമെന്നുറപ്പാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവറിന് രഹസ്യം ചോർത്തിയതിന് നടപടിയിൽ പോയവർ തിരിച്ചെടുത്ത ആ നടപടിയിലേക്ക് സർക്കാർ ഒരു വലിയ അന്വേഷണം നടത്താൻ DGPയെ ഏൽപ്പിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് തീർച്ചയാണ് വിജയകുമാർ.
യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ ഈ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൻ്റെ പകർപ്പും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ വരാൻ പോകുന്നത്. അതിലെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. അതിലെ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതും തെരഞ്ഞെടുപ്പ് വിഷയമായി രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്നു എന്ന സൂചന ഈ ഘട്ടത്തിൽ ശക്തവുമാണ്. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് നൽകിയത്.